യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. ഒരടി പോലും പിന്നോട്ട് കാല് വെക്കുന്ന പാരമ്പര്യം എന്റെ അമ്മയ്ക്കോ എനിക്കോ ഇല്ല. ഇന്നല്ലെങ്കിൽ നാളെ എന്റെ അച്ഛൻ പൂർവാധിക ശക്തിയോടെ തിരിച്ചു വരും. അന്ന് നീയൊക്കെ ഗിരിജയുടെ കാല് പിടിച്ച് കരയും, ഒരഭയം തരണേന്ന് കെഞ്ചും. നീ നോക്കിക്കോ, അപ്പച്ചി ഏതെങ്കിലും അമ്പലനടയിൽ പോയി ഭജന ഇരിക്കും. പിന്നെ അവള് ദർശന. തെരുവിൽ നിന്ന് വന്നവള് തെരുവിലേക്ക് തന്നെ ഇറങ്ങേണ്ടി വരും. ആര്? ദർശനയോ അതോ നീയോ? ആരാ തെരുവിലേക്ക് ഇറങ്ങുന്നതെന്നൊക്കെ കാണാം. അവര് ഹണിമൂണിന് പോകാനുള്ള ഒരുക്കത്തില്ല. ചെന്ന് ഒരു ബെസ്റ്റ് വിഷസ് എങ്കിലും പറഞ്ഞിട്ട് പോ. ഇപ്പോഴത്തെ കണ്ടീഷനില് ദർശന ചിലപ്പോ ഒന്ന് മയപ്പെട്ടേക്കാം. അവളെ ഹണിമൂൺ അത് ഞാൻ ശരിയാക്കാം. ബെസ്റ്റ് വിഷസ് അല്ല, ഒരു ഹാർഡ്ലി കണ്ടോലൻസ് പറയാൻ നീ തയ്യാറെടുത്തിരുന്നോ? ചിലപ്പോൾ വന്നുകൊണ്ടിരിക്കുകയായിരിക്കും. എത്ര നേരം ഞാനിങ്ങനെ കാത്തിരിക്കുന്നു. കഷ്ടമുണ്ട് കേട്ടോ. അല്ല, വണ്ടി ഓടിച്ച് ഇതുവരെ എത്തണ്ടേ? അത് സാരമില്ല, എന്റെ ശ്രേയക്കുട്ടിക്ക് വേണ്ടിട്ടല്ലേ. എത്ര നേരം വേണമെങ്കിലും ഞാൻ കാത്തിരിക്കും. തരുണേട്ടൻ എത്ര മനോഹരായിട്ടാ സംസാരിക്കുന്നേ. എന്ത് രസമായി ഈ സംസാരം കേൾക്കാൻ. സംസാരം മാത്രമല്ല, എന്റെ പ്രവൃത്തിയും എല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷേ ചിലരെന്നെ തെറ്റിദ്ധരിക്കും. ഞാനെന്തോ അവരെയൊക്കെ ഉപദ്രവിക്കുന്നോ ശല്യപ്പെടുത്തുന്നൊക്കെ പറഞ്ഞു. ദർശൻ എന്റെ മുറപ്പെണ്ണല്ലേ. ഒരു മുറ്റത്ത് ഒരുമിച്ച് കളിച്ചു വളർന്നവർ, ഒരുമിച്ചുണ്ടവര്, ഒരുമിച്ച് കിടന്നിട്ടില്ല. എന്ത് ചെയ്യാം, അവൾക്കെന്നെ ഇഷ്ടമല്ല. അവൾക്കെന്നും ഇഷ്ടം പണത്തിനോടായിരുന്നു, സ്വത്തുക്കളോടായിരുന്നു. കുഞ്ഞിലെ ഞങ്ങൾ കളിക്കുമ്പോൾ ഞാനെപ്പോഴും പാവയോ പൂക്കളോ തിരഞ്ഞെടുക്കും. അവൾക്കിഷ്ടം കാറും എയറോപ്ലെയിനൊക്കെ ആയിരുന്നു. വലിയ വീടും ആർഭാട ജീവിതവും ഇതൊക്കെയായിരുന്നു അവളുടെ സ്വപ്നം. ഒരുമിച്ച് നടക്കുമ്പോൾ വലിയൊരു ബംഗ്ലാവ് കാണുമ്പോൾ അവൾ പറയും, ഇതുപോലൊരു വീട്ടിൽ എനിക്ക് താമസിക്കണമെന്ന്. സാധാരണക്കാരല്ല, ഈ പോഷ് കാർ കാണുമ്പോൾ പറയും, ഇതുപോലൊരു കാറിൽ സ്വയം ഡ്രൈവ് ചെയ്ത് ഹൈ റേഞ്ചിൽ ഹെയർ പിൻ വളവുകളിലൂടെ വെട്ടി വളച്ച് ഒരുപാട് ദൂരങ്ങളിലേക്ക് മേഘം മലയിൽ മുട്ടുന്നിടം വരെ പറന്ന് പറന്നങ്ങനെ പോണോന്ന്. അതെ, അവൾ അങ്ങനെ ഹെയർ പിൻ വളവുകളിലൂടെ പറന്നു പോവാൻ പോവാ നാളെ രാവിലെ. അവൾ അങ്ങനെ മേഘങ്ങളിൽ തൊടണ്ട. ആ കാറിന്ന് അവളെ പിടിച്ച് താഴെ ഇടണം. എന്തായി പറയുന്നത്? അല്ല, ഞാൻ പറഞ്ഞത് കുഞ്ഞിലെയുള്ള ദർശനയുടെ സ്വപ്നത്തെ കുറിച്ചാ. അല്ല, അവൾ ആശിച്ചതുപോലെ എത്തേണ്ടത് എത്തിയില്ലേ? വലിയ ബംഗ്ലാവ്, കാറുകള്, സൗകര്യങ്ങള്, കണക്ക് കൂട്ടി കരുക്കള് നീക്കി ചുവട് വെച്ച് അവളുടെ സ്വപ്നത്തിലേക്ക് നടന്നു കയറിയില്ലേ? ആ പാഴ് പെണ്ണിനെ കുറിച്ച് സംസാരിച്ച് നമ്മുടെ ഈ വിലപ്പെട്ട നിമിഷങ്ങൾ നഷ്ടപ്പെടുത്തണോ? അങ്ങനെയല്ലേ? നമുക്ക് നമ്മളെ കുറിച്ച് സംസാരിക്കാം. നമുക്കേ എവിടെയെങ്കിലും സ്വസ്ഥമായിട്ട് പോയിരുന്ന് സംസാരിച്ചാലോ?
ആ, ഉം, ഇപ്പൊ വേണ്ട. ഇപ്പൊ വേണ്ടത് തരുണേട്ടൻ്റെ ഒരു ഹെൽപ്പാ. ഹെൽപ്പോ? എന്ത് ഹെൽപ്പ്? ഏതായാലും സാമ്പത്തിക സഹായമാവില്ല. അല്ല, സമ്പന്നതയുടെ ധാരാളിത്തത്തിൽ ഉറങ്ങുന്ന ശ്രേയയ്ക്ക് ഇതുപോലൊരുത്തന്റെ ചില്ലറപ്പണം എന്തിനാ? എന്ത് സഹായം എന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്? പറയൂ. എനിക്ക് സഹായിക്കാൻ ധൃതിയായി. എന്റെ അച്ഛനെ പോലീസ് അറസ്റ്റ് ചെയ്തത് തരുണേട്ടൻ അറിഞ്ഞില്ലേ? അച്ഛൻ പാവാ. അച്ഛനെ ചതിച്ചതാ. താക്കോലിനെ അറിയില്ലേ? അവനും ദർശനയും ചേർന്ന മനഃപൂർവ്വം ആ കാറിന്റെ ഡിക്കിയിൽ സ്വർണം കൊണ്ടുവച്ചത്. അച്ഛൻ എവിടെയാണെന്ന് പോലും എനിക്കറിയില്ല. എനിക്കെന്നല്ല, അമ്മയ്ക്കും അറിയില്ല. അത് കണ്ടുപിടിച്ചാലാണോ? അത് ഞാൻ ഏറ്റു. പോലീസിൽ ഒരു DOSP ഫ്രണ്ട് എനിക്കുണ്ട്, ഒരു കുസുമകുമാരി. അവൾ വഴി ഞാൻ കണ്ടുപിടിച്ചേരാ. അത് വേണം. പക്ഷേ അത് മാത്രമല്ല, തരുണേട്ടന് ഏതോ കൊട്ടേഷൻ ടീമിൽ ഫ്രണ്ട് ഉണ്ടെന്ന് അമ്മ പറഞ്ഞത് കേട്ടു. എനിക്കൊരാൾ അവസാനിപ്പിക്കണം. കൊല്ലണോ? കയ്യോ കാലോ എടുത്താൽ മതിയെങ്കിൽ അതിന് വലിയ റേറ്റ് ആവില്ല. കാലൊന്നിന് 50,000, കയ്യൊന്നിന് 25 കൊടുത്താൽ മതി. ആരെയാ? ഫോട്ടോ ഉണ്ടോ? പണ്ടൊരിക്കൽ ഒരാളെ കൊല്ലാൻ കൊട്ടേഷൻ തന്നു. പക്ഷെ അവരയച്ചു തന്നതേ അവരുടെ തന്നെ ഫോട്ടോ ആയിരുന്നു. എന്റെ അമ്മയായിരിക്കും. എനിക്ക് കൊല്ലേണ്ടത് താക്കോലിനെയും ദർശനയാ. അവളുടെ കാല് വെട്ടിയാലും മതി. എന്റെ അച്ഛനെ ഇരുമ്പഴിക്കുള്ളിലാക്കി അവരെ രണ്ടിനെയും. അത് ഞാൻ ഏറ്റു. താക്കോൽ ഇപ്പം വീട്ടിലുണ്ടോ? ഇപ്പൊ തന്നെ തീർത്തേക്കാം. അയ്യോ, ഇപ്പൊ വേണ്ട. രാത്രി മതി. രാത്രി ഗസ്റ്റ് ഹൗസിൽ അവനാ പൊട്ടിപ്പെണ്ണിന് കാവലിടക്കുന്നുണ്ട്. ഇന്ന് അവന്റെ കാവൽ ശ്മശാനത്തിലേക്ക് മാറ്റണം. അത് ഞാൻ ഏറ്റു. പക്ഷേ ഞാനായിരിക്കില്ല അത് ചെയ്യുന്നത്. എന്നെ കണ്ട ചിലപ്പോ. പിന്നെ അഡ്വാൻസ്? എന്നെ അങ്ങനെയാണോ കണ്ടിരിക്കുന്നത്? ശ്രേയയുടെ കയ്യിൽ നിന്ന് ഞാൻ അഡ്വാൻസ് വാങ്ങാനോ? മണ്ടത്തരം പറയാതെ. പിന്നെ ഈ കയ്യോ കാലോ ഏതൊക്കെ വെട്ടി മാറ്റുമെന്ന് ഇപ്പൊ പറയാൻ പറ്റില്ല. ചിലപ്പോ ആവേശത്തിലേ 2 കയ്യോ 2 കാലോ ആയി പോയാലോ. കാര്യം കഴിഞ്ഞിട്ട് മതി പണം. ഓക്കേ. അപ്പോ രാത്രിയിൽ കാണണം. ഇതൊക്കെ ആളെ നേരിട്ട് ബോധ്യപ്പെടുത്തലാണ് എൻ്റെ ഒരു രീതി. എന്നാ പിന്നെ ഞാൻ പോയിക്കോട്ടെ. ശരി. ശരി.